സർ, കേരളത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലൊട്ടാകെ അങ്ങനെ ഒരു രീതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിട്ടയർഡ് ചെയ്യപ്പെടുന്ന IAS, IPS ഉദ്യോഗസ്ഥരൊക്കെ കൂട്ടത്തോടെ NDAയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച. അങ്ങനെ കേരളത്തിൽ നിന്നും NDAയിലേക്ക് ചേക്കേറിയ IPS, IAS ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്. അതിലൊരു IPS ഉദ്യോഗസ്ഥ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വിജയിച്ചതും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ പിന്നീട് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, എസ്പെഷ്യലി കേരളത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള IPS, IAS ഉദ്യോഗസ്ഥരോട് ഒരു പക പോക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും നിലപാടുകളുമാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. അതൊരു CPM സർക്കാരിന്റെ മാത്രം അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ മാത്രം കാര്യമല്ല. അതിനു മുൻപ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരായാലും ഇത്തരത്തിലുള്ള നിലപാടുകളും രീതികളുമാണ് പിന്തുടർന്നു പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പകപോക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ മാറുന്നത്? IAS, IPS ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന ഒരു തരം മാനസിക സംഘർഷമുണ്ട്. മാറി മാറി ഭരിച്ച ഈ മുന്നണികൾ കാരണം അവരുടെ മാനസിക വിഷമങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ അത്തരത്തിൽ നടന്നിട്ടുമുണ്ട്. അതൊക്കെ ആവില്ലേ അവർ NDAയിൽ ചേക്കേറാൻ ഒരു പ്രധാന കാരണം? സാർ, ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ മന്ത്രിമാരല്ല ഇവിടുത്തെ ഭരണം ശരിക്കും ഇവിടെ നടത്തുന്നത്. ഈ ഭരണം പൂർണ്ണമായിട്ടും ഭരണത്തിന്റെ താക്കോല് ഇവിടുത്തെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ് എന്ന് പറയുന്ന IASകാരുടെയും നമ്മുടെ മറ്റുള്ള സേനയുടെ ചാർജ് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥരുടെയും കയ്യിൽ തന്നെയാണ്. ഇവരെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു അതിന്റെ മുകളിലുള്ള ഒരു കുറച്ചാളായി മാറുന്നേ ഉള്ളൂ രാഷ്ട്രീയക്കാരൻ. അത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന രാഷ്ട്രീയക്കാരൻ ഇവരെ അവരുടെ മുകളിൽ നിന്ന് ഭരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ ഈ ബുദ്ധിയുള്ളവരുടെ നിർദ്ദേശങ്ങൾ കേട്ടിട്ടാണ് ഭരണം നടത്തുക. പലപ്പോഴും ഈ ബുദ്ധിയുള്ള IASകാരന്റെയും IPSകാരന്റെയും വാക്കുകൾ കേൾക്കാൻ തയ്യാറാവാതെ, ഈ ബുദ്ധി ഇല്ലാത്ത ആളെന്ന് ഞാൻ പറയില്ല, രാഷ്ട്രീയക്കാരനാണെന്ന് ഏറ്റവും ബുദ്ധിയുള്ള ആളെന്നാണ് പൊതുവെ പറയുന്ന ഒരു വാചകങ്ങൾ. ഓക്കെ, എന്തു തന്നെ ആയാലും ഈ IASകാരുടെയും ഈ IPSകാരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു നീക്കമാണ് ഒരു നല്ല ഭരണത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് സംഭവിക്കാറില്ല. ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു IASകാരനായിരിക്കും. അദ്ദേഹമാണ് ശരിയായ ആ സംസ്ഥാനത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ആ ഫണ്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതിലുള്ള അഭിപ്രായമാണ് ധനകാര്യമന്ത്രി പറയുന്നുള്ളൂ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ. അതിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയേ ചെയ്യുകയുള്ളൂ. പൂർണ്ണമായിട്ടും പ്ലാനിംഗ് ബോർഡാണ് ഇവിടെ ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണ കാര്യനിർവഹണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് IASകാർ തന്നെയാണ്. അങ്ങനെ ഓരോ ജില്ലയുടെ ഭരണം ജില്ലാ കളക്ടറാണ്. അങ്ങനെ ഓരോതിന്റെയും കൺട്രോള് ഇവിടെ IASകാരുടെ കയ്യിലാണ്. അവരെ തന്നെ ഭരിക്കാൻ പോകുമ്പോൾ, അവർ പറയുന്നത് കേൾക്കാതെ പോകുമ്പോഴാണ് ഇത് പ്രശ്നത്തിലേക്ക് പോകുന്നത്. പലപ്പോഴും അങ്ങനെയാണ് ഇവിടെ പല സന്ദർഭങ്ങളിലും ഈ തിരക്ക് പിടിച്ച് കളക്ടർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റും, അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡ് കമ്മീഷൻ ചെയർമാനെ പിടിച്ചിട്ട് സ്ഥലം മാറ്റും, ഒറ്റ രാത്രി കൊണ്ട് സ്ഥലം മാറ്റുന്ന പലതരം കഥകൾക്കാണ്. ഞാന് പാലക്കാട് കളക്ടർ അട്ടപ്പാടിയില് ഒരു സ്ഥലം അനുവദിച്ച വിഷയമുണ്ട്. അതായത് സർക്കാർ വനഭൂമി, അവിടുത്തെ വനവാസികൾക്ക് ഗവൺമെന്റ് അലോട്ട് ചെയ്ത ഒരു 400 ഏക്കർ സ്ഥലം. ഈ സ്ഥലം മുഴുവൻ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വനവാസിയുടെ പേരിൽ പതിച്ചെടുത്ത സ്ഥലം കയ്യിൽ വെച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. ഇത് ഇവിടുത്തെ കളക്ടർ കണ്ടെത്തി. അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പോയപ്പോൾ എന്തു സംഭവിച്ചു? രാത്രിക്ക് രാത്രി കളക്ടർ സ്ഥലം മാറിപ്പോയി. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോ സ്വാഭാവികമായിട്ട് ഇത് പോലീസിലായാലും എന്തെങ്കിലും ശക്തമായ ഒരു ആക്ഷൻ DGP എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ച് സ്ഥലം മാറ്റി. അല്ലെങ്കിൽ ശക്തമായി നമ്മൾക്കറിയാം ഒരു അനുപമ എന്ന് പറയുന്ന IAS കളക്ടർ ആലപ്പുഴ ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഒക്കെ ഇവിടെ വിറപ്പിച്ചതായിട്ട് നമ്മൾ ദിവസവും വാർത്തകൾ വായിച്ചിട്ടുണ്ട്.
ഇന്ന് IAS എവിടെ പോയി? ഗുരുവായൂർ സ്വദേശിയായ ആ അനുപമ IAS എവിടെ പോയി? ഇപ്പൊ കാണാനില്ല. അവരെ ഒതുക്കിക്കളഞ്ഞു രാഷ്ട്രീയക്കാരൻ. അങ്ങനെ ഓരോരുത്തരെയും ഇപ്പൊ ദിവ്യ അയ്യർ കളക്ടറായിരിക്കുമ്പോൾ വളരെ ശക്തമായ ഭരണ സംവിധാനങ്ങൾ കാണിച്ചു. അവരെ പിടിച്ചിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. ഇപ്പതാ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയിരിക്കുന്നു. അവരുടെ പേരിൽ തന്നെ വലിയൊരു കള്ളത്തരം, ഓൺലൈൻ തട്ടിപ്പ് തന്നെ നടത്തിയിരിക്കുന്നു. അത് ആരാണ് അത് ചെയ്യിച്ചതെന്ന് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പോ ഇവിടെ ഒരു IAS IPS അവന്റെ ജോലി ശരിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ രാഷ്ട്രീയക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ ഇവിടുത്തെ എല്ലാ IAS IPS മനം മടുത്തിട്ടാണ് നടക്കുന്നത്. അതാണല്ലോ ഈ B അശോക് എന്ന് പറയുന്ന IAS ഇവിടെ 2 വർഷം മുന്നേ നവകേരള യാത്രയുണ്ടായി. അപ്പോ അദ്ദേഹം അതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അതായത് ഈ നവകേരള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇറക്കിയ ഒരു കത്ത്. ആ കത്തിൽ എന്താണ് പറയുന്നത്? ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓരോ നിയോജകമണ്ഡലങ്ങളിലും ഈ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ അവിടെ ഈ 21 മന്ത്രിമാർക്കും ഉപജാപക സംഘങ്ങൾക്കും വേണ്ട എല്ലാ സംവിധാനങ്ങളും, അതായത് താമസം, ഭക്ഷണം, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ട് അതാത് കലക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതിനുള്ള പൈസ അവർ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുന്നത്? അവിടെയുള്ള മാഫിയകള്, അതായത് കോറി മാഫിയ, ബ്ലേഡ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ, ഇവരിൽ നിന്ന് പൈസ പിരിച്ച് ഇത് മുഴുവൻ പൂർണ്ണമാക്കണം. ഈ കലക്ടർ പറയുകയാണ്, തുറന്നു പറയുന്ന കത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഭാഗ്യം അത് കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞിട്ട് അതിനുശേഷം വേണ്ട ഏർപ്പാടുകളും കലക്ടറെ ഭാഗ്യം കൊണ്ട് ഏൽപ്പിച്ചില്ല എന്ന്. എത്ര പച്ചയ്ക്കാണോ ആ IAS B അശോക് അത് പറഞ്ഞത്? അതിന് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു. ആലോചിച്ച് നോക്കണം. അപ്പോ ഇവിടെ ഇതുപോലെ പല IAS മനം മടുത്ത്, മനം നൊന്ത്, വിഷമിച്ച് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ജോലി ചെയ്താൽ അനുപമ IAS പോലെ ഒരു വനിത, അവർ ആലപ്പുഴ ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഭരണം കാണിച്ചപ്പോൾ ഇപ്പൊ അവരെ കാണാൻ തന്നെ ഇല്ല. ആരോ അറിയാത്ത ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ. ഈ രാഷ്ട്രീയക്കാരന്റെ ഈ മാറി മാറി വരുന്ന 2 രാഷ്ട്രീയക്കാരും ഇതുപോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ ജോലി ചെയ്ത എല്ലാ IAS എല്ലാ IPS മനം മടുത്തിട്ടാണ് ഈ BJPയുടെ മുന്നണിയായ NDAയിൽ അവർ വന്ന് ചേക്കേറുന്നത്. അതാണ് നമ്മൾ കണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ റിട്ടയർ ചെയ്ത IAS IPS എല്ലാവരും തന്നെ NDAയിലാണ് വന്ന് കയറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ടാണ് ഒരു IPS NDAയുടെ ബാനറിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കോർപ്പറേഷനിലേക്ക് ജയിക്കുന്നു. പക്ഷെ അവിടെ രാഷ്ട്രീയക്കാരന്റെ കളി നമ്മൾ കണ്ടു. അതായത് അവരുടെ പേര് പറഞ്ഞ് അവരാണ് കോർപ്പറേഷന്റെ മേയർ എന്ന് പറഞ്ഞ് ആ പരസ്യം ചെയ്ത് അവിടെ പ്രചരണം നടത്തി ജയിച്ചപ്പോൾ അവരെ തഴഞ്ഞു. അതും ആ BJP രാഷ്ട്രീയ പാർട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ തനി രൂപം അവരും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കാലാകാലമായി വിശർത്തുണ്ടാക്കിയതാണ്. എന്ത് വിശർപ്പെന്നേ? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ ഇരിക്കുന്ന പല IAS കേന്ദ്രമന്ത്രിമാര് അവരെന്താ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണോ ആ പൊസിഷനിൽ ഇരിക്കുന്നത്? നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, അയാൾ പക്ക IAS നേരിട്ട് ആ മന്ത്രി കസേരയിലേക്ക് പോയി ഇരുന്നത്. റെയിൽവേ മന്ത്രി അശ്വിനി കുമാർ അദ്ദേഹം IAS അയാൾ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചിട്ടല്ല ആ കസേരയിൽ ഇരുന്നത്. കഴിവ് കണ്ടിട്ടാണ് കേന്ദ്രം ആ സ്ഥാനങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തില് ഒരു IPS കാണിച്ചുകൊണ്ട് ഇലക്ഷനെ നിർത്തിയിട്ട് വിജയം കിട്ടിയപ്പോ കള്ളത്തരം ചെയ്ത് നടന്നവനെ പിടിച്ചിട്ട് ആ കസേരയിൽ ഇരുത്താൻ എന്തിനാണ് ഇത്ര തിരക്ക് കൂട്ടിയത്? അത് തന്നെയാണ് ജനങ്ങൾ വില കൽപ്പിക്കുന്നത്. ഇവിടെ വില കൊടുക്കണം. കഴിവുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക്, തന്റെ ഇടമുള്ളവർക്ക് അവരെ കാണിച്ച് വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ സ്ഥാനം കൊടുത്തിരിക്കണം. അത് വാക്കുമാറ്റുമ്പോൾ ജനങ്ങൾ നിങ്ങളെയാണ് വിലയിരുത്തുക എന്ന് നിങ്ങൾ ഓർക്കുക. ഇവിടെ എത്ര IAS അതായത് B അശോക് മാത്രമല്ല, പ്രശാന്ത്, നമ്മുടെ സ്വാമിയില്ലേ, ഇവരൊക്കെ തന്നെ
ഇന്ന് NDA സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ജേക്കബ് തോമസ്, സെൻകുമാർ IPS ഇവരൊക്കെ NDAയിൽ പ്രതീക്ഷ അൽപ്പിച്ചുകൊണ്ട്, കാരണം ഭരണത്തിൽ വന്നിട്ടില്ല, ഇവരുടെ തട്ടിപ്പുകൾ അധികം ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് ഈ പിന്നാലെ നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ചതി ചെയ്തു. ഒരു IPSകാരെ ഇലക്ഷന് നിർത്തി ജയിപ്പിച്ചിട്ട് അവരുടെ ഫോട്ടോ കാണിച്ച് അവരാണ് മേയർ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് അധികാരം കൊടുക്കുന്ന നേരത്തെ കള്ളനായ വ്യക്തിയായിരിക്കാം, പക്ഷെ ആ കസേര ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് ഇത് ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കുന്നത്, ഇല്ലാതെയാക്കുന്നത് എന്ന് ഓർക്കുക. വ്യക്തിക്കല്ല പ്രാധാന്യം. ഇവിടെ ഒരു പോളിസിയുണ്ട്, ആ പോളിസി കറക്റ്റായിട്ട് ചെയ്യണം. ഇവിടെ കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാർ, എസ് ജയശങ്കർ IAS ഒരു രാഷ്ട്രീയ പ്രവർത്തനം പാരമ്പര്യം കാണിച്ചിട്ടല്ല കസേരയിൽ ഇരിക്കുന്നത്. അശ്വിനി കുമാർ അദ്ദേഹം അതുപോലെ തന്നെയാണ്. പിന്നെയും ഉണ്ട് 2-3-4 ആൾക്കാരെ, ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല. അപ്പൊ അവരുടെ കഴിവും ബുദ്ധിയുമാണ് ആ BJP എന്ന പാർട്ടി അവിടെ ഉപയോഗിക്കുന്നത്. അത് തന്നെ ആയിരിക്കണം ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ പ്രവർത്തിച്ച് മുരടിച്ച് കള്ളത്തരം ചെയ്ത് നടക്കുന്നവർക്കൊന്നും ആ കസാര ഇട്ട് കൊടുക്കണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. ആ നിർബന്ധമുണ്ടാകുമ്പോൾ പാർട്ടി തന്നെയാണ് വീണ്ടും താഴോട്ട് പോകുന്നത് എന്ന് അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിലിരിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. യെസ്, എന്തായാലും ഈ രീതിയിൽ IPS IAS ഉദ്യോഗസ്ഥരോട് കാണിക്കുന്ന ഒരു വേർതിരിവ്, അവർ ഇടപെട്ട വിഷയങ്ങളിൽ അവരോടുള്ള ഒരു പക തീർക്കുന്ന തീരുമാനം, അത്തരത്തിലുള്ള നടപടികൾ കേരളത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ജയശങ്കർ സാർ സൂചിപ്പിച്ച ചില പേരുകൾ അതിനുദാഹരണം കൂടിയാണ്. അവരൊക്കെ എവിടെ എന്ന ചോദ്യം ഇന്ന് സമൂഹത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.